റോക്കിയുടെയും സിജോയുടെയും ഒത്തുകളി പുറത്തായി. അതായത് റോക്കി നേരത്തെ തന്നെ തീരുമാനിച്ചാണ്. അതായത് ബിഗ് ബോസ് പറയുന്നതിന് മുമ്പേ തന്നെ അവർ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിച്ചിട്ടാണ് ആ ടാസ്കിൽ പങ്കെടുത്തതെന്നുള്ളത് സിജോയുടെ വായിൽ നിന്ന് നമ്മൾ ഇന്നലെ കേട്ടതാണ്. അതായത് സിജോ പറയുന്നുണ്ട് നമ്മൾ തോറ്റു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ നമ്മളോട് അങ്ങനെ ചെയ്തല്ലോ എന്ന്. അതായത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവിടെ കട്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായി സിജോയും റോക്കിയും തമ്മിൽ നേരത്തെ എല്ലാം കരുതി കൂട്ടി തന്നെയാണ് അവർ പങ്കെടുത്തത്. അത് ജാസ്മിന് മനസ്സിലായതാണ്. എന്നാൽ എല്ലാവർക്കും മനസ്സിലാകാത്ത രീതിയിൽ അവർ ഉള്ളിൽ വെച്ചുകൊണ്ട് നൈസായിട്ട് ഗെയിം പ്ലേ ചെയ്യുകയായിരുന്നു. പക്ഷേ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അവരവരുടെ ഇഷ്ടമാണ്, അവരവർ ആരുടെ കൂടെ കളിക്കണമെന്നുള്ളത്. ജാസ്മിൻ അത് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ജാസ്മിൻ അന്നേരം നല്ലതുപോലെ പ്രതികരിച്ചത്. ജാസ്മിൻ്റെ ടീമിലുള്ള മറ്റാർക്കും അത് ചിന്തിക്കാൻ പോലും ഉള്ള സാഹചര്യമില്ല. പ്രത്യേകിച്ച് ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ പുറമേ കാണിക്കുന്നത് വേറൊന്ന്, ഉള്ളിൽ ചിന്തിക്കുന്നത് വേറൊന്നുള്ള സാഹചര്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഇത് മനസ്സിലായ ജാസ്മിൻ അന്നേരെ പ്രതികരിക്കുകയും ചെയ്തു. അപ്പം റോക്കിയും സിജോയും തമ്മിൽ നല്ലതുപോലെ പിണങ്ങിയെന്നുള്ളത് ഇന്നലെ ഋഷിയോട് റോക്കി പറയുന്ന ലൈവ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. എന്തായാലും സിജോയെ ചവിട്ടി താഴ്ത്തുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യമെന്ന് നമുക്ക് ആ ലൈവോടുകൂടി മനസ്സിലായതാണ്.